ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 മർദ്ദം എന്ന പാഠഭാഗമാണ്. വിവിധതരം ബലങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചല്ലോ. ഭൂമി എല്ലാ വസ്തുക്കളിലും ഒരു ആകർഷണ ബലം പ്രയോഗിക്കുന്നുണ്ട്. അതാണ് വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത്. ഒരേ ഭാരം വ്യത്യസ്ത രീതിയിൽ പ്രയോഗിക്കപ്പെടുന്നതിൻ്റെ ചിത്രങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. 2 സ്പോഞ്ചുകളിലായി ഇഷ്ടിക ലംബമായും തിരശ്ചീനമായും വെച്ചിരിക്കുന്നത് നോക്കൂ. ലംബമായി വെച്ചിരിക്കുന്ന സ്ഥലത്ത് പ്രതല വിസ്തീർണം കുറവായതിനാൽ കൂടുതൽ മർദ്ദം അനുഭവപ്പെടുന്നുണ്ട്. അതേപോലെ തിരശ്ചീനമായി വയ്ക്കുമ്പോൾ പ്രതല വിസ്തീർണം കൂടുതലാണ്, അതായത് സ്പോഞ്ചുമായിട്ടുള്ള കോണ്ടാക്റ്റ് കൂടുതൽ വരുന്നുണ്ട്. അവിടെ മർദ്ദം കുറവാണ് അനുഭവപ്പെടുന്നത്. രണ്ടാമത്തെ ചിത്രം നോക്കൂ. ഒരു കുട്ടി ഒരു മെത്തയിൽ നിൽക്കുന്നതും കിടക്കുന്നതും കാണാം. നിൽക്കുമ്പോൾ പ്രതല വിസ്തീർണം കുറവായതിനാൽ കൂടുതൽ മർദ്ദം അനുഭവപ്പെടുന്നു. കുട്ടിയും മെത്തയും തമ്മിൽ കോണ്ടാക്റ്റ് കുറവാണ് അല്ലേ. എന്നാൽ കിടക്കുമ്പോൾ പ്രതല വിസ്തീർണം കൂടുതലായതിനാൽ കുറവ് മർദ്ദമാണ് അനുഭവപ്പെടുന്നത്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? പ്രതല വിസ്തീർണം മർദ്ദത്തെ സ്വാധീനിക്കുന്നുണ്ടല്ലേ. അടുത്തൊരു ചിത്രം നോക്കാം. കാർഡ്ബോർഡിൽ ഒരു മൊട്ടുസൂചി തറച്ച് ചിത്രത്തിലേതുപോലെ ഒരു ബലൂൺ അതിന് മുകളിൽ വയ്ക്കുക. ചെറിയൊരു ഭാരം ബലൂണിന് മുകളിൽ വെച്ച് നോക്കൂ. ബലൂൺ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ രണ്ടാമത്തെ ചിത്രത്തിൽ മൊട്ടുസൂചികൾ വളരെ അടുത്ത് തറയ്ക്കുക. ഇതേ ഭാരം ബലൂണിന് മുകളിൽ വയ്ക്കുമ്പോൾ ബലൂൺ നേരത്തേക്കാളും സാവധാനത്തിലാണ് പൊട്ടുന്നത്. മുകളിലെ പ്രവർത്തനങ്ങളുടെ നിരീക്ഷണ ഫലമാണ് താഴെ പട്ടികയിൽ കൊടുത്തിരിക്കുന്നത്. അത് നോക്കാം. സ്പോഞ്ചിൽ ഇഷ്ടിക വയ്ക്കുന്നു. ലംബമായി വയ്ക്കുമ്പോൾ പ്രതലപ്പരപ്പളവ് കുറവും മർദ്ദം കൂടുതലുമായിരിക്കും. തിരശ്ചീനമായി വയ്ക്കുമ്പോഴോ പ്രതലപ്പരപ്പളവ് കൂടുതലും മർദ്ദം കുറവുമായിരിക്കും. അതുപോലെ കുട്ടി മെത്തയിൽ നിൽക്കുമ്പോൾ പ്രതലപ്പരപ്പളവ് കുറവും മർദ്ദം കൂടുതലുമായിരിക്കും. കുട്ടി മെത്തയിൽ കിടക്കുമ്പോഴോ പ്രതലപ്പരപ്പളവ് കൂടുതലും മർദ്ദം കുറവുമായിരിക്കും. ആണിയുടെ മുകളിൽ ബലൂൺ വയ്ക്കുമ്പോൾ ഒരു ആണി ഉപയോഗിച്ചപ്പോൾ പ്രതലപ്പരപ്പളവ് കുറവും മർദ്ദം കൂടുതലുമാണ്. അതേപോലെ കൂടുതൽ ആണികൾ ഉപയോഗിച്ചപ്പോൾ പ്രതലപ്പരപ്പളവ് കൂടുതലും മർദ്ദം കുറവുമാണ്. ഈ പട്ടികയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? പ്രതലപ്പരപ്പളവും മർദ്ദവും തമ്മിൽ വിപരീത ബന്ധമാണുള്ളത്. ഒരേ ബലം അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളിൽ തന്നെ പ്രതലപ്പരപ്പളവ് മാറുമ്പോൾ വ്യത്യസ്ത ഫലങ്ങൾ കിട്ടുന്നുണ്ടല്ലേ. മർദ്ദത്തിലുള്ള വ്യത്യാസമാണ് ഇതിനു കാരണം. മർദ്ദത്തിൻ്റെ നിർവചനം നോക്കാം. യൂണിറ്റ് പരപ്പളവിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം. ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലത്തെയാണ് വ്യാപക മർദ്ദം എന്ന് പറയുന്നത്. യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം. മർദ്ദത്തെ P എന്നും വ്യാപക മർദ്ദത്തെ F എന്നും പരപ്പളവിനെ A എന്നും സൂചിപ്പിക്കാം. മർദ്ദം = വ്യാപക മർദ്ദം ബൈ പരപ്പളവ്, അഥവാ P = F/A. മർദ്ദത്തിൻ്റെ യൂണിറ്റ് വ്യാപക മർദ്ദത്തിൻ്റെ യൂണിറ്റ് ബൈ പരപ്പളവിൻ്റെ യൂണിറ്റ്. മർദ്ദത്തിൻ്റെ SI യൂണിറ്റാണ് പാസ്കൽ. ഒരു പാസ്കൽ എന്ന് പറയുന്നത് 1 Nm/m². വ്യാപകമർദ്ദം സ്ഥിരമായിരിക്കുന്ന സന്ദർഭങ്ങളിൽ മർദ്ദം പ്രതലപ്പരപ്പളവിന് വിപരീത അനുപാതത്തിലായിരിക്കും. അതാണ് നമ്മൾ ആദ്യം കണ്ട ചിത്രങ്ങളിൽ കണ്ടത്. അതായത് പ്രതലപ്പരപ്പളവ് കൂടുമ്പോൾ മർദ്ദം കുറയുകയും പ്രതലപ്പരപ്പളവ് കുറയുമ്പോൾ മർദ്ദം കൂടുകയും ചെയ്യും. ദ്രാവകങ്ങൾ അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും മർദ്ദം പ്രയോഗിക്കുന്നുണ്ട്. ഒരു ദ്രാവകം ലംബമായി പ്രയോഗിക്കുന്ന ബലമാണ് അതിൻ്റെ വ്യാപക മർദ്ദം. ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപക മർദ്ദമാണ് ദ്രാവക മർദ്ദമെന്ന് പറയുന്നത്. ദ്രാവകത്തിൻ്റെ ആഴം കൂടുന്തോറും മർദ്ദം കൂടുന്നുണ്ട്. വ്യത്യസ്ത സാന്ദ്രതയുള്ള ദ്രാവകങ്ങളാണ് ജലവും ഉപ്പുലായനിയും. ഉപ്പുലായനിക്ക് ജലത്തിനേക്കാൾ സാന്ദ്രതയുണ്ട്. ദ്രാവകത്തിൻ്റെ സാന്ദ്രത അത് പ്രയോഗിക്കുന്ന മർദ്ദത്തെ സ്വാധീനിക്കുന്നുണ്ട്. ദ്രാവകത്തിൻ്റെ സാന്ദ്രത വർദ്ധിക്കുമ്പോൾ മർദ്ദവും വർദ്ധിക്കുന്നുണ്ട്. ദ്രാവക മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ദ്രാവക രൂപത്തിൻ്റെ ഉയരവും ദ്രാവകത്തിൻ്റെ സാന്ദ്രതയുമെല്ലാം. ദ്രാവക മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മർദ്ദമാപിനി. അണക്കെട്ടുകൾ നിർമ്മിക്കുമ്പോൾ അടിഭാഗം കൂടുതൽ വിസ്തൃതിയിൽ പണിയാനുള്ള കാരണം എന്താണ്? ദ്രാവകത്തിൻ്റെ ആഴം കൂടുന്തോറും മർദ്ദവും കൂടുന്നു. വാതകത്തിൻ്റെ കണികകൾ ഒരു പ്രതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ ചെലുത്തുന്ന ബലമാണ് വാതകമർദ്ദം. ഇത് വാതക കണികകളുടെ കൂട്ടിമുട്ടലുകളുടെ ഫലമാണ്. അപ്പോൾ മർദ്ദത്തിൻ്റെ നിർവചനം എന്താണ്? യൂണിറ്റ് പരപ്പളവിൽ ഒരു വാതകം ലംബമായി പ്രയോഗിക്കുന്ന ബലമാണ് വാതകമർദ്ദം. ഒരു ബലൂൺ നന്നായി ഊതി വീർപ്പിക്കുക. ബലൂണിലേക്ക് വീണ്ടും വായു നിറച്ചാൽ എന്ത് സംഭവിക്കും? ബലൂൺ പൊട്ടിപ്പോകും അല്ലേ. വായുവിൻ്റെ മർദ്ദം താങ്ങാൻ കഴിയാതെ വരുന്നത് കൊണ്ടാണ് ബലൂൺ പൊട്ടിപ്പോകുന്നത്. കൂടുതൽ വായു നിറയ്ക്കുമ്പോൾ വാതക കണികകളുടെ എണ്ണം കൂടി വാതകമർദ്ദവും കൂടുന്നു. വാതകമർദ്ദം കണികകളുടെ എണ്ണത്തെ ആശ്രയിക്കുന്നുണ്ട്. കണികകളുടെ എണ്ണം കൂടുമ്പോൾ വാതകമർദ്ദവും കൂടുന്നു.
വ്യാപ്തം, താപനില എന്നിവ വാതകങ്ങളുടെ മർദ്ദത്തെ സ്വാധീനിക്കുന്നുണ്ട്. പ്രഷർ കുക്കറിൽ പാചകം ചെയ്യുമ്പോൾ താപനില കൂടുന്നതനുസരിച്ച് കുക്കറിലെ മർദ്ദം ഉയരുന്നുണ്ട്. അന്തരീക്ഷമർദ്ദം. ഭൂമിക്ക് ചുറ്റുമുള്ള വായുവിൻ്റെ ഒരു ആവരണമാണ് അന്തരീക്ഷം. മുകളിലേക്ക് പോകുന്തോറും വായുവിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു. അന്തരീക്ഷവായു വസ്തുക്കളിൽ മർദ്ദം പ്രയോഗിക്കുന്നുണ്ട്. അന്തരീക്ഷമർദ്ദത്തിൻ്റെ നിർവചനം നോക്കാം. ഭൂമിയുടെ ഉപരിതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായുരൂപത്തിൻ്റെ ഭാരമാണ് അന്തരീക്ഷമർദ്ദം. അന്തരീക്ഷമർദ്ദത്തിൻ്റെ യൂണിറ്റാണ് ബാർ. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷമർദ്ദം കുറഞ്ഞു വരുന്നു. സമുദ്രനിരപ്പിലെ അന്തരീക്ഷമർദ്ദം പ്രമാണ അന്തരീക്ഷമർദ്ദം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് 1 ATM അഥവാ 0.76 മീറ്റർ ഉയരവും യൂണിറ്റ് പരപ്പളവുമുള്ള രസയൂപത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. അപ്പോൾ പ്രമാണ അന്തരീക്ഷം എന്ന് പറയുന്നത് 1 ATM അഥവാ 0.76 മീറ്റർ ഉയരവും യൂണിറ്റ് പരപ്പളവുമുള്ള രസയൂപത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം എന്ന് പറയുന്നത് 1,01,325 പാസ്കലാണ്. ദ്രാവകങ്ങളിലേതുപോലെ വാതകങ്ങളിലും മർദ്ദം എല്ലാ ദിശകളിലേക്കും അനുഭവപ്പെടുന്നുണ്ട്. വാതകങ്ങളും ദ്രാവകങ്ങളും തമ്മിലുള്ള മർദ്ദം പരസ്പരം തുലനാവസ്ഥ പാലിക്കുന്നത് പ്രകൃതിയിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിലും സംഭവിക്കുന്ന ഒരു സാധാരണ പ്രതിഭാസമാണ്. അന്തരീക്ഷമർദ്ദത്തിൻ്റെ സ്വാധീനവുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അവ നോക്കാം. റബ്ബർ സക്കറുകൾ മിനുസമുള്ള പ്രതലത്തിൽ പറ്റിപ്പിടിക്കുന്നു. പർവ്വതാരോഹകർക്ക് ഉയരങ്ങളിലെത്തുമ്പോൾ മൂക്കിൽ നിന്നും രക്തസ്രാവം ഉണ്ടാകാറുണ്ട്. അത് ശരിയാണല്ലേ. ഹൈറ്റ് കൂടുമ്പോൾ പ്രഷർ കുറയും. അടുത്തത്, ഡ്രിപ്പ് ഇഞ്ചക്ഷൻ നൽകുമ്പോൾ ഇഞ്ചക്ഷൻ ബോട്ടിലിൽ സൂചി കൊണ്ട് തുളകളിടുന്നു. ചുരം കയറുന്ന വാഹനങ്ങളിൽ ഇരിക്കുന്ന യാത്രക്കാർക്ക് ചെവി വേദന അനുഭവപ്പെടുന്നത്. അതും അതേപോലെ തന്നെ ഉയരം കൂടുമ്പോൾ മർദ്ദം കുറയും. അപ്പോൾ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് PSC മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യം നോക്കാം. അന്തരീക്ഷ മർദ്ദത്തിൽ വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്നു. മർദ്ദം കുറഞ്ഞാൽ അത് കുറഞ്ഞ താപനിലയിൽ തിളക്കുന്നു. അപ്പോൾ ഉത്തരം C ആണ്. ദ്രാവകങ്ങളുടെ തിളനില അവയുടെ ഉപരിതലത്തിലെ മർദ്ദത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. മർദ്ദം കുറയുമ്പോൾ ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് വാതകാവസ്ഥയിലേക്ക് മാറാനുള്ള ഊർജം കുറയുന്നു. അങ്ങനെയാണ് തിളനിലയും കുറയുന്നത്. ഇപ്പോൾ മർദ്ദം കൂടിയാൽ തിളനിലയും കൂടും. അപ്പോൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ക്വിസ് സ്റ്റഡി സ്കോഡ് ടെലിഗ്രാം ചാനലിൽ ഉണ്ടായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട റിവിഷൻ ബോട്ടുകളും ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. താങ്ക്